ഈയിടയ്ക്ക് വായിച്ച് പ്രണയം പശ്ചാത്തലമാക്കിയിട്ടുള്ള നല്ലൊരു നോവൽ തന്നെയാണ് K0 പ്രസിദ്ധീകരിച്ച് പ്രിയ ജോസി എഴുതിയ പാതി വഴിയും പിന്നിടുമ്പോൾ എന്ന ഈ നോവൽ. ഒറ്റയിരുപ്പിന് വായിച്ചു തീർത്ത വളരെ ലളിതമായ ഒരു നോവൽ തന്നെയാണ് പാതി വഴിയും പിന്നിടുമ്പോൾ. സ്ത്രീകൾ പലപ്പോഴും ഡിവോഴ്സ് ആയതിനു ശേഷം രണ്ടാമതൊരു വിവാഹത്തെ പറ്റി ചിന്തിക്കാറേയില്ല. അതും ഇരട്ടക്കുട്ടികളുടെ അമ്മയും കൂടി ആകുമ്പോൾ. പക്ഷേ ജീവിതത്തിനൊരു അർത്ഥമൊക്കെ ഉണ്ടാവണമെങ്കിൽ ഒരു കൂട്ടൊക്കെ വേണ്ടേ? അത് അവളിലേക്ക് പകർന്നത് അവളുടെ ഒരു കൂട്ടുകാരിയായ റീത്തയാണ്. റീത്തയെ പോലുള്ള സുഹൃത്തുക്കൾ വളരെ വിരളമായി മാത്രമേ നമുക്ക് കാണാനാകൂ. കൂട്ടുകാരിയുടെ സന്തോഷത്തിനും സമാധാനത്തിനുമായി അവൾ എന്നും മധുമിതയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എന്നെ ഏറെ ആകർഷിച്ച ഒരു കഥാപാത്രമാണ് ഇതിലെ റീത്ത. റീത്തയിലൂടെ മധുമിത അവളെ കോളേജ് നാടുകളിൽ സ്നേഹിച്ചിരുന്ന റിസ്വാനെ കുറിച്ച് അറിയുന്നു. പക്ഷേ റിസ്വാന് അവളുടെ കൂട്ടാളിയായിട്ട് എന്നും അവളുടെ കൂടെ ഉണ്ടാകാൻ പറ്റുമോ? ജീവിതത്തിലെ പരുക്കനായ യാഥാർത്ഥ്യങ്ങളെ നമ്മളിലേക്ക് പകർന്നു തരാൻ പ്രിയ എഴുത്തുകാരി മറന്നിട്ടില്ല. മക്കൾക്ക് വേണ്ടി ജീവിക്കുമ്പോൾ സ്വന്തം ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും മറന്നു പോകുന്ന ഒരുപാട് സ്ത്രീകൾ നമ്മുടെ ചുറ്റിനുമുണ്ട്. പക്ഷേ ഇവിടെ മധുമിതയ്ക്ക് വെളിച്ചം പകരാനായിട്ട് റീത്ത എന്നൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. അച്ഛനമ്മമാർ എന്നും നമുക്ക് വേണ്ടി നല്ലതേ ചെയ്യൂ. ഈ വിശ്വാസം നല്ലതാണ്, പക്ഷേ ഒരളവ് വരെ മാത്രം. നമുക്ക് വേണ്ടത് എന്തെന്ന് തീരുമാനിക്കാനുള്ള സർവ്വസ്വാതന്ത്ര്യവും നമുക്കുണ്ട്. അതിന് ആൺ പെൺ വ്യത്യാസമില്ല. കല്യാണം ജീവിതത്തിലെ വലിയൊരു ഭാഗമാണ്. നമ്മുടെ പങ്കാളിയെ തിരഞ്ഞെടുക്കാനും അവരോട് സംസാരിക്കാനും നമ്മൾ തന്നെ മുൻപിലോട്ട് വരണം. ജീവിതത്തിൽ എല്ലാവരും തന്നെ ഒരു സെക്കൻഡ് ചാൻസ് അർഹിക്കുന്നവരാണ്. ഇവിടെ മധുമിതയും ഒരു സെക്കൻഡ് ചാൻസ് അർഹിക്കുന്നുണ്ട്. ജീവിതത്തിൽ മധുമിതയ്ക്കൊരു വെളിച്ചമായി വന്ന റിസ്വാനെ കുറിച്ചുള്ള ഓർമ്മകളും പിന്നീട് അവരെ ഒത്തിണക്കാനുള്ള സന്ദർഭങ്ങളും ഒരുപോലെ വന്നിരിക്കുന്ന നല്ലൊരു പുസ്തകമാണ് പാതി വഴിയും പിന്നിടുമ്പോൾ എന്ന പ്രിയ ജോസിയുടെ ഈ പുസ്തകം. ഇതിന്റെ അവസാന പേജ് കൂടി നമ്മൾ മറിക്കുമ്പോൾ വളരെയധികം സാറ്റിസ്ഫാക്ഷനോട് കൂടി വായിച്ചു തീർക്കാൻ പറ്റിയ നല്ലൊരു പുസ്തകമായിരുന്നു ഇതെനിക്ക്.